അതുകൊണ്ട് തന്നെ മഹദി ചിന്തിക്കുന്നു, ഇവിടുന്ന് അങ്ങ് സമർക്കന്ദിലേക്ക് പോകാം, അവിടെ ആരെങ്കിലും എന്റെ കുടുംബത്തെ ദത്തെടുത്തേക്കും, അവര് ഹെൽപ്പ് ചെയ്തേക്കും. ഈ ചെറിയ പെൺമക്കളെയും കൂട്ടി ആ ബീവി അതാ യാത്ര പുറപ്പെട്ടു. ദിവസങ്ങൾ താണ്ടി സമർക്കന്ദിലെത്തി. അവിടെ ഒരു പള്ളിയുടെ സമീപത്ത് ഒരു ചെറിയ ടെന്റ് കെട്ടിയിട്ട് അവിടെ കുട്ടികളെ താമസിപ്പിച്ചു. രാവിലെ ആയപ്പോൾ മഹദിയതാ നടക്കുകയാണ്, റോട്ടിലൂടെ നടക്കുകയാണ്. ആരുണ്ട് എന്റെ കുടുംബത്തെ ദത്തെടുക്കാൻ, സ്വീകരിക്കാൻ, സഹായിക്കാൻ? അങ്ങനെ പോയി അതാ ഒരു വലിയ ഗേറ്റ് കാണുന്നു, ഒരു വലിയ വീട് കാണുന്നു. ആ വീട്ടിലേക്ക് കയറി ചെന്ന് നോക്കുമ്പോ ഒരാളൊരു വലിയ കസേരയിലിരിക്കുന്നു. ചുറ്റുഭാഗത്തും കുറെ ആളുകളുണ്ട്. മഹാമഹദിയതാ സമീപത്ത് ചെന്നു, വിവരങ്ങളെല്ലാം പറഞ്ഞു. ഉടനെ തന്നെ അതാ ഈ മുസ്ലിമായ മുതലാളിയുടെ ചോദ്യം, അഇന്ദകി ഹുജ്ജത്തുൻ അലാ അന്നകി അലവിയ്യാ, പെണ്ണേ നീ പറയുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട പെണ്ണാണ് നീ എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, നിന്റെ കയ്യിലതിന് സനദുണ്ടോ? നിന്റെ കയ്യിലതിന് രേഖയുണ്ടോ? ഇത് നബിതങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ് നീ എന്നതിന് നിന്റെ കയ്യിൽ സനദെവിടെ? മഹദിയുടെ ചോദ്യം. സനദ് പറഞ്ഞാലേ നിങ്ങൾ ഞങ്ങളെ സഹായിക്കൂ അല്ലേ? അതേ, സനദ് പറഞ്ഞാലേ സ്വീകരിക്കൂ, സഹായിക്കൂ. ആ മഹദിയതാവിനും ഇറങ്ങുന്നു, പിന്നെയും നടക്കുന്നു. ആരുണ്ട് റബ്ബേ സ്വീകരിക്കാൻ? ആരുണ്ട് എന്റെ പൈതൻ കിടാങ്ങളെ സ്വീകരിക്കാൻ? അങ്ങനെ കുറെ അപ്പുറമെത്തിയപ്പോൾ ഒരു വലിയ വീട് കണ്ടു. വലിയ പണക്കാരനാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവിടേക്ക് കയറി ചെന്നു. അന്വേഷിച്ചപ്പോൾ അതൊരു ക്രിസ്ത്യാനിയാണ്, നസ്രാനിയാണ്. ആ മനുഷ്യന്റെ ചുറ്റുഭാഗത്തും മുതലാളിയുടെ ചുറ്റുഭാഗത്തും ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ മഹദിയതാ സങ്കടപ്പാടുകളെല്ലാം പറഞ്ഞു, പ്രയാസങ്ങളെല്ലാം പറഞ്ഞു. ഉടനെ തന്നെ നസ്രാനിയായ മുതലാളി അകത്തുനിന്ന് തന്റെ ഭാര്യയെ പുറത്തേക്ക് വിളിച്ചു. ഭാര്യയോട് പറഞ്ഞു, ഭാര്യേ, ഈ പാവപ്പെട്ട കുടുംബത്തെ നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കണം. അവർക്ക് ഭക്ഷണം നമുക്ക് ഫ്രീയായി കൊടുക്കാം, അവരെ നമുക്ക് ദത്തെടുക്കാം. സന്തോഷത്തോടെ സ്വീകരിച്ചു. ബീവിയതാ കുട്ടികളെയും കൂട്ടി ആ വീട്ടിൽ പോയി അവർക്ക് നൽകിയ റൂമിൽ സന്തോഷപൂർവ്വം താമസിച്ചു. അന്നത്തെ രാത്രിയായപ്പോൾ പാതിരാ സമയത്ത് നേരത്തെ ഈ ബീവിയെ തിരിച്ചേച്ച മുതലാളിയായ മുസ്ലിമായ മനുഷ്യൻ ഉറക്കത്തിലതാ സ്വപ്നം കാണുന്നു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലിവാഉൽ ഹഖ് എന്ന കൊടിയും പിടിച്ച് സ്വർഗ്ഗമുദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ എല്ലാ നബിമാരും, എല്ലാ ഔലിയാക്കളും, എല്ലാ ശുഹദാക്കളും, എല്ലാ സുദീഖീങ്ങളും, എല്ലാ സദാത്തുക്കളും, എല്ലാ മഹത്തുക്കളും എല്ലാവരും അതാ വരി വരിയായി സ്വർഗത്തിന്റെ ഭാഗത്തേക്ക് നീങ്ങുകയാണ്. ഈ മുതലാളിയായ മുസ്ലിമായ മനുഷ്യൻ അതാ ഓടിച്ചെല്ലുന്നു. നബിതങ്ങളുടെ സവിധത്തിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സമ്മതം ചോദിക്കുകയാണ്. അത്തഇദനുലീ യാ റസൂലല്ലാഹ്, ഓ നബിയേ, തങ്ങൾ എനിക്ക് സമ്മതം തരുമോ? തങ്ങളുടെ കൂടെ സ്വർഗത്തിലേക്ക് വരാൻ സമ്മതം തരുമോ? നബിതങ്ങൾ മുഖം തിരിച്ചു കളഞ്ഞു. രണ്ടാമതുമതാ അപ്പുറത്ത് വന്ന് ഈ മനുഷ്യൻ ചോദിച്ചു, അത്തഇദനുലീ, തങ്ങളെ സമ്മതം തരുമോ? സ്വർഗത്തിലേക്ക് തങ്ങളുടെ കൂടെ വരാൻ അനുവാദം തരുമോ?
നബി തങ്ങൾ മുഖം തിരിച്ചു കളഞ്ഞു. ഉടനെ തന്നെ ഈ മനുഷ്യന്റെ ചോദ്യം, അല്ലയോ ഹബീബേ, എന്തേ ഈ പാപിയോട് ഇങ്ങനെ, എന്തേ തങ്ങൾ എന്നോട് മിണ്ടാത്തത്, എന്തേ തങ്ങൾ എന്നെ സ്വർഗത്തിലേക്ക് വരാൻ അനുവദിക്കാത്തത്? അലസ്തു ബി മുസ്ലിമിൻ, ഞാനും ഒരു മുസ്ലിമല്ലേ? മുസ്ലിംകൾക്കെല്ലാം തങ്ങൾക്ക് അംഗീകരിച്ചവർക്കുള്ളതല്ലേ സ്വർഗം? ഈ കാണുന്ന ജനങ്ങളെ മുഴുവനും മുസ്ലിങ്ങളായതിന്റെ പേരിൽ തങ്ങൾ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അലസ്തു ബി മുസ്ലിമിൻ, ഞാനും ഒരു മുസ്ലിമല്ലേ നബിയേ? ഹബീബായ നബി തങ്ങളുടെ മറുപടി, ആഹാ, നീ മുസ്ലിമാണല്ലേ? അഇൻദക ഹുജ്ജത്തുൻ അലാ അന്നക മുസ്ലിം, എടാ നീ മുസ്ലിമാണെന്നതിന് നിന്റെ കയ്യിൽ സനദുണ്ടോ? നിന്റെ കയ്യിൽ രേഖയുണ്ടോ? നിന്റെ കയ്യിൽ തെളിവുണ്ടോ? തെളിവുണ്ടെങ്കിൽ കൊണ്ടുവാ. ഇയാൾ ചോദിക്കുന്നു, അല്ല നബിയേ, ആ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ തങ്ങൾ കൂട്ടിയിട്ടുണ്ടല്ലോ, ഒരുപാട് മുസ്ലിമീങ്ങളുണ്ടല്ലോ, ഇവരോടൊന്നും തങ്ങൾ സനദ് ചോദിച്ചിട്ടില്ലല്ലോ, ഇവരോടൊന്നും തങ്ങൾ ഹുജ്ജത്ത് ചോദിച്ചിട്ടില്ലല്ലോ. ഓ നബിയേ, എന്നോടെന്തേ ഇത്രമാത്രം കടുപ്പത്തിലുള്ള സ്വഭാവം? അപ്പോഴല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യം, എടാ നീ ദുനിയാവിൽ വലിയ മുതലാളിയായ സമയത്ത്, നീ വലിയ കസേരയിലിരിക്കുമ്പോ, എന്റെ കുടുംബത്തിൽപ്പെട്ട പാവപ്പെട്ട ഒരു സയ്യിദത്ത്, ഒരു ബീവി, അതാ ചെറിയ പെൺമക്കളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ആ പാവം സ്ത്രീ, ആ പാവം സയ്യിദത്ത് നിന്റെ അടുക്കൽ സഹായം അഭ്യർത്ഥിച്ചു വന്നപ്പോൾ നീ തെളിവ് വേണമെന്നല്ലേ പറഞ്ഞത്? സനദ് വേണമെന്നല്ലേ പറഞ്ഞത്? നീ എന്റെ പേരക്കുട്ടിയുടെ ആ സനദ് നിഷേധിച്ച് ചോദ്യം ചെയ്തവനല്ലേ? എന്റെ പേരക്കുട്ടിയെ വേദനിപ്പിച്ച, എന്റെ പേരക്കുട്ടിയെ തിരിച്ചേച്ച നിനക്ക് എന്റെ സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ കൊണ്ടുവാ, നീ മുസ്ലിമാണെന്നതിൽ ഹുജ്ജത്ത് കൊണ്ടുവാ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ മുസ്ലിമായ മുതലാളി പാതിരാ സമയത്ത് കണ്ട സ്വപ്നമാണ്, കിനാവാണ്. ചാടി എഴുന്നേറ്റ്, ഉറക്കം തെളിഞ്ഞ് ചാടി എഴുന്നേറ്റ് തന്റെ ഭാര്യയെ വിളിച്ചു, തന്റെ വീട്ടിലുള്ള ജോലിക്കാരെ വിളിച്ചു, കുടുംബക്കാരെ വിളിച്ചു. ഞാൻ വല്ലാത്തൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇന്നലെ പകല് നമ്മുടെ വീട്ടിൽ വന്ന ആ പാവപ്പെട്ട കുടുംബത്തെ കണ്ടെത്തണം. പാതിരക്കഥ ഇറങ്ങി നടക്കുകയാണ്. എവിടെയാണ് ആ കുടുംബമുള്ളത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരമക്കൾ എവിടെയാണുള്ളത്? അന്വേഷിച്ച് നസ്റാനിയുടെ വീട്ടിലെത്തി. പാതിരക്കഥ വാതിലിന് മുട്ടുന്നു. നസ്റാനിയായിരുന്ന മനുഷ്യർ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നു. അദ്ദേഹത്തോട് പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ താമസിപ്പിച്ച മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയും പെൺമക്കളുമില്ലേ? അവരെ നിങ്ങൾ എനിക്ക് തരണം. മുതലാളി പറഞ്ഞു, തരൂല, ഞാൻ അവരെ വിട്ടു തരൂല. അപ്പോൾ ഉടനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. നീ എന്തായാലും മുസ്ലിം അല്ലല്ലോ, നിനക്കെന്തായാലും ഞങ്ങൾ വിശ്വസിക്കുന്ന സ്വർഗം കിട്ടില്ലല്ലോ. എനിക്ക് സ്വർഗം നഷ്ടപ്പെടുമെന്ന സ്വപ്നമാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് നിനക്ക് 1,00,000 സ്വർണ്ണ നാണയം തരാം. 1,00,000 സ്വർണ്ണ നാണയം തരാം. ആ കുടുംബത്തെ ഒന്ന് വിട്ടുതരുമോ? ഇല്ല, നീ 1,00,000 10 ലക്ഷം തന്നാലും വിട്ടുതരൂല. അല്ലയോ നസ്രാനി, നീ ഒരു മുസ്ലിമല്ലല്ലോ, പിന്നെ നിനക്കെന്ത് കാര്യം അവരെ ഇവിടെ താമസിപ്പിച്ചിട്ട്? ഉടനെ ഈ മനുഷ്യന്റെ മറുപടി, ആ വീട്ടുകാരനായ നസ്രാനിയായിരുന്ന മനുഷ്യന്റെ മറുപടി, ഓ മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്ന വലിയ അഹങ്കാരിയായ മനുഷ്യ, ആ പേരക്കുട്ടികള്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരക്കുട്ടികള് ഇന്നലെ രാത്രി
ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയപ്പോൾ തന്നെ ഞങ്ങൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞങ്ങൾ നബി തങ്ങളെ സ്വീകരിച്ചു, ഞങ്ങൾ അംഗീകരിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്കും വേണം സ്വർഗ്ഗം. റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളെ സഹായിച്ചതിന്റെ പേരിൽ, സ്നേഹിച്ചതിന്റെ പേരിൽ ആ നബി തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗ്ഗം ഞങ്ങൾക്ക് വേണം, നിനക്ക് പോകാം. ഇളിഭ്യനായി തിരിച്ചു പോകുന്നു മുതലാളി. ഓ മനുഷ്യ, പണത്തിന്റെ കൊഴുപ്പ് കൊണ്ട്, അതേ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട്, റൗഡികളുടെ സ്വാധീനം കൊണ്ട്, ദാതമാരുടെ സ്വാധീനം കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ ചീത്ത പറഞ്ഞ ആഖിറം നഷ്ടപ്പെടുത്തണ്ട. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ തൊട്ടുകളിക്കണ്ട, താജുൽ ഉലമയെ തൊട്ടുകളിക്കണ്ട, പണക്കാട്ട തങ്ങന്മാരെ കുറ്റം പറയണ്ട. സുബ്ഹാനല്ലാഹ്, ഞാൻ കുറ്റപ്പെടുത്താൻ പറയില്ല. മഹാനായ ഖലീലുൽ ബുഖാരി, ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ, ആ തങ്ങളെ കുറിച്ച് ഒരു മനുഷ്യൻ പ്രസംഗിക്കുന്നത് സുബ്ഹാനല്ലാഹ് കേൾക്കാൻ കഴിയില്ല. എത്ര ദയനീയം. ഞാൻ നിഷ്പക്ഷമതികളോട് പറയട്ടെ, നിങ്ങൾ ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ ഈമാൻ കിട്ടി മരിക്കണം എന്ന ബോധമുള്ളവരാകണം. നിങ്ങളെല്ലാവരും SSF ആകണം, അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. നിങ്ങളെല്ലാവരും SYS ആകണം, അങ്ങനെയൊന്നുമില്ല. SYS ആയാത്തിന്റെ ഗുണമുണ്ട്, അതിന്റെ ഗുണം ആഖിറത്തിൽ കിട്ടും, അത് വേറെ കാര്യം. പക്ഷെ എല്ലാവരും അങ്ങനെ ആകണം, അത് നിർബന്ധമാണ് എന്ന വാദക്കാരൊന്നല്ല ഞങ്ങൾ. നിങ്ങൾ ഏത് രാഷ്ട്രീയക്കാരായാൽ, ഏത് സംഘടനക്കാരായാൽ സാധാത്തുക്കളെ കുറ്റം പറയാൻ പാടില്ല, തങ്ങന്മാരെ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഇതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ അഥവാ കാന്തപുരം ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ള ഒരൊറ്റ പണ്ഡിതനും ഒരു തങ്ങളെയും ചീത്ത പറയിച്ചിട്ടില്ല. സെൻസിംഗ് എന്നിട്ടൊരു മാസികയുണ്ട്. ആ സെൻസിംഗ് മാസികയിൽ ഒരിക്കൽ, അത് പലപ്പോഴും AP ഉസ്താദിനെയും താജുൽ ഉലമയെയും തുടങ്ങിയ നമ്മുടെ പണ്ഡിതന്മാരെയും സാധാത്തുക്കളെയും പുകഴ്ത്തി എഴുതുന്ന ഒരു മാസികയാണ്. അതേസമയം സാധാരണക്കാർ മനസ്സിലാക്കണം, നമ്മുടെ പ്രവർത്തകർ മനസ്സിലാക്കണം, സെൻസിംഗ് നമ്മുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമല്ല, നമ്മുടെ സംഘടനയുടേതുമല്ല. അത് വ്യക്തികൾ പ്രൈവറ്റായി നടത്തുന്ന ഒരു മാസികയാണ്. അതുപോലെ പലരും ഇറക്കാറുണ്ട്. അതും നമ്മുടെ ആലിമീങ്ങളും തമ്മിൽ ബന്ധമില്ല. ആ സെൻസിംഗ് മാസികയിൽ ഒരു പ്രാവശ്യം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഫോട്ടോ കൊടുത്തു. എങ്ങനെ കൊടുത്തു? തല കീഴ്മേൽ മറിച്ചു. അതിനെതിരെ കേരളത്തിൽ ബഹുവന്യരായ പേരോട് ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, പേരോട് ഉസ്താദ് ശക്തമായി പരസ്യമായി പ്രസംഗിച്ചു. സാധാത്തുക്കളെ തൊട്ടുകളിക്കാൻ അത് സെൻസിംഗ് ശ്രമിക്കാൻ സമ്മതിക്കൂല. ഒരു പ്രാവശ്യം സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, ആ ഉമർ അലി ശിഹാബ് തങ്ങളുടെ ഫോട്ടോ 2 പടർപ്പാക്കി ഈ സെൻസിംഗ് മാസികയുടെ ചട്ടപ്പുറത്ത് കൊടുത്തു. അതിനെതിരെ മഹാനായ പേരോട് ഉസ്താദ് അവറുകൾ ശക്തിയായി പ്രസംഗിച്ചു. ആ പ്രസംഗിച്ചത് ഉസ്താദ് തന്നെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളെ നിന്ദിക്കുന്ന ഒരൊറ്റ പ്രസംഗം ഞാൻ പ്രസംഗിച്ചതായോ ഞങ്ങളെ ഉലമാക്കൾ പ്രസംഗിച്ചതായോ തെളിയിക്കുമോ ചോദിച്ചില്ലേ? ഒരു സെൻസിംഗ് പത്രം, ആ സെൻസിംഗ് പത്രവും ഞങ്ങളുടെ സംഘടനയും തമ്മിൽ എന്താണ് ബന്ധം? ആ പത്രത്തിൽ ഒരിക്കൽ ശിഹാബ് തങ്ങളുടെ തല കീഴാക്കി ഫോട്ടോ കൊടുത്തപ്പോൾ അതിനെതിരെ ശക്തിയായി പ്രസംഗിച്ചവരാണ് ഈ നിൽക്കുന്ന വിനീതനായ ഞാൻ. കാരണം അഹ്ലുൽ ബൈത്തിനെ ബഹുമാനിക്കുക എന്നത് സുന്നത്ത് ജമാഅത്താണ്. അത് പാർട്ടി നോക്കിയിട്ട് മാത്രമല്ല, സുന്നത്ത് ജമാഅത്തിന്റെ ശിആറും അതിന്റെ ചിഹ്നവും നിലനിർത്തേണ്ടത്. ഇനി ഞാൻ പറയട്ടെ, ഇന്നും ഇവിടെ ഇപ്പോൾ പ്രസംഗിച്ചപ്പോ നിങ്ങൾക്ക് സുന്നി വോയിസ് എടുത്ത് വായിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങളുടെ പത്രം എടുത്ത് വായിക്കാൻ കഴിഞ്ഞു. സെൻസിംഗ് എടുത്ത് വായിച്ചിട്ട് ഇത് ഞങ്ങളുടെ പത്രമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢശ്രമമല്ലേ അപ്പുറത്തുള്ള വ്യക്തികൾ ചെയ്തത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, സെൻസിംഗ് പോലെയുള്ള പത്രങ്ങൾ
അത് നമ്മളും നമ്മുടെ സംഘടനയും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത പത്രങ്ങളാണ്. ഈ പത്രങ്ങളിൽ ആരെങ്കിലും എഴുതിയാൽ ഇതാണ് കാന്തപുരത്തിന്റെ ആശയം, അവര് തങ്ങന്മാരെ കുറ്റം പറയുന്നവരാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ സാധാരണക്കാരെ ആരെങ്കിലും ശ്രമിച്ചാൽ നിങ്ങളതിൽ പെട്ടുപോകരുത്. നിങ്ങൾ ഈ സംഘടനയെയോ കാന്തപുരം ഉസ്താദിനെയോ താജുൽ ഉലമയെയോ തെറ്റിദ്ധരിക്കരുത്. ഒരു തങ്ങളെയും ചീത്ത പറയാൻ പാടില്ല. പുത്തൻവാദികൾക്ക് രസാണ് തങ്ങന്മാരെ ചീത്ത പറയൽ. നിങ്ങൾക്കറിയോ, മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറഞ്ഞൊരു ചങ്ങാതിയുണ്ട്. നമ്മളെ പുത്തൂരിൽ പ്രസംഗിച്ചപ്പോൾ അത് സദസ്സിൽ പങ്കെടുത്ത പലരും ഇവിടെ ഉണ്ടാവും. ആ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരുപാട് പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ നമ്മൾ അവിടെ കേൾപ്പിച്ചിട്ടുണ്ട്. അതിൽ ചിലത് ഇവിടെ ഞാൻ കേൾപ്പിക്കട്ടെ. സാദാത്തുക്കൾ അവർക്ക് ബഹുമാനില്ല എന്ന് മാത്രമല്ല, ഈ മൗലവി പറയുന്നത് കേട്ടോ, പാണക്കാട് ശിഹാബ് തങ്ങൾ തങ്ങളല്ല, ഖലീൽ തങ്ങൾ തങ്ങളല്ല എന്ന് പച്ചയായി തങ്ങളെന്നില്ല. അവരെ വാദാണത്. തങ്ങന്മാരെന്ന് പറയുന്നൊരു വിഭാഗം തന്നെ ലോകത്തില്ല എന്ന് വാദിക്കുന്നവരാണ് പുത്തൻവാദികൾ. ആ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നു എന്ന് വെച്ചോട്ടെ. തങ്ങളുടെ കുടുംബം ഖലീൽ തങ്ങൾ, പാണക്കാട് തങ്ങൾ അങ്ങനൊന്നുമില്ല. അവരൊന്നും നബിയുടെ കുടുംബമായി പ്രത്യേകിച്ച് ബന്ധമൊന്നും അവർക്കില്ല. ആദർശം കൊണ്ട് തീരെയില്ല. ആദർശബന്ധമുള്ള ആളായി കാണുന്നല്ല. ഖലീൽ തങ്ങൾക്കും ശിഹാബ് തങ്ങൾക്കൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ആദർശപരമായില്ല. ഉള്ള ആളുകൾ ഇരിക്കുന്നുണ്ടോ നിൽക്കുന്നുണ്ടോ, ഇയാൾക്ക് ഭയങ്കര ആദർശബന്ധ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ഭയങ്കര ബന്ധമുള്ള ആളായി ആളുകൾ. അപ്പൊ ശിഹാബ് തങ്ങളും ഖലീൽ തങ്ങളും തങ്ങളല്ല എന്ന് പറഞ്ഞു. എന്നാ തീർന്നില്ല, തങ്ങൾക്ക് താടിയില്ല, ശിഹാബ് തങ്ങൾക്ക് താടിയില്ല എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നത്. 3 സന്യാസിമാരെ കുറിച്ചും സിദ്ധന്മാരെ കുറിച്ചും സജീവമായി ചർച്ച നടക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അപ്പോ SSFന്റെ ഒരു പ്രസ്താവന, തങ്ങളുടെ കുടുംബത്തെ കുറ്റപ്പെടുത്തരുത്, നബി കുടുംബത്തെ കുറ്റപ്പെടുത്തരുത്, അല്ലേ? കേരളത്തിലൊക്കെ അറിയപ്പെട്ട സംഘന്മാരുടെ ഒരൊറ്റ കുട്ടിയും താടി വെച്ചിട്ടില്ല. നബിയായിട്ട് എന്താ ബന്ധം? നബിയുടെ ഒരൊറ്റ സഹാബിയും താടി വെക്കാത്തവരായിട്ടില്ല. ഇവർക്ക് എന്താ ബന്ധം? ഇവർക്ക് രോമം തന്നെയല്ല. എന്താ പ്രശ്നം? താടി വെക്കാനിട്ട അല്ലാഞ്ഞിട്ടല്ല, വരാനിട്ടല്ല. തങ്ങളായി അറിയപ്പെട്ട ഒരു തങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സമൃദ്ധമായ താടി? അത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ മുഖമുദ്രയാണ്. പിന്നെ എന്ത് തങ്ങൾ? തൗഹീദാണ് തങ്ങന്മാരുടെ മുഖമുദ്ര. തൗഹീദുണ്ടോ? ഇല്ല. മന്ത്രിച്ചൂതി ചരട് കെട്ടിക്കൊടുക്കുക, 20 വയസ്സിന്റെ ചരട് 250 മന്ത്രിച്ചൂതി കെട്ടുന്ന തങ്ങൾ ഏത് തങ്ങൾ? അയാൾ ആരെ തങ്ങളാ? ഇവിടുത്തെ തങ്ങളാണ്, അല്ലെ? തങ്ങന്മാര് റസൂലിന്റെ കുടുംബക്കാർ മന്ത്രിച്ചൂതി കെട്ടാത്തവരായി, അല്ലേ? 10 പൈസന്റെ നൂല് കെട്ടിയിട്ട് 200 റുപ്യ വാങ്ങാം, അല്ലേ? 10 റുപ്യന്റെ പച്ചവെള്ളം വിറ്റ് 10,000 വാങ്ങാം. അങ്ങനത്തെ ആളുകളായിരുന്നില്ല പ്രവാചകനെ. അപ്പൊ മതി കണ്ടോ? അപ്പൊ ഖലീൽ തങ്ങളും ശിഹാബ് തങ്ങളൊക്കെ ചെയ്യുന്ന പരിപാടി എന്താ? 10 പൈസ കണ്ണാടിയിൽ നിന്ന് നൂല് വാങ്ങുക, എന്നിട്ട് 250 കൊടുക്കുക. എന്താണ് റബ്ബേ? അപ്പൊ ഈ ശിഹാബ് തങ്ങളും ഖലീൽ തങ്ങളൊക്കെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു, അവര് തങ്ങന്മാരല്ല എന്നും പറഞ്ഞ ഇയാള് പിന്നെ തങ്ങള് ആരാണ് അതും പറയുന്നുണ്ട്. ഇയാൾ പറയുന്ന അഡ്വാനിയാണ് ഒന്നാമത്തെ തങ്ങള്. അത് കേട്ടോളൂ. തങ്ങന്മാർ, അതാണ് തങ്ങന്മാർ. ബാലനും ജോസഫും ഏലിയാമയും സാറാമയും കല്യാണിക്കുട്ടിയും ആയിഷക്കുട്ടിയും ലാൽകുട്ടി അദ്വാനിയും വിനയ് കത്തിയാറും അശോക സിംഗാളും എല്ലാരും ആദമിന്റെ മക്കളാണ്. എല്ലാരും തങ്ങന്മാരാണ്. എല്ലാരും തങ്ങളുടെ മക്കളാണ്. അല്ല അപ്പൊ ലാൽകൃഷ്ണ അദ്വാനി അങ്ങനെ കുറെ തങ്ങന്മാർ. അപ്പൊ സെലഫികളെ സമ്മേളനത്തിൽ ഇനി ദ്വാ ചെയ്യാൻ കൊണ്ടുവരിക, നമ്മൾ താജുൽമാനെ കൊണ്ടുവരുമ്പോ ഇവര് കൊണ്ടുവരിക ഈ ആളുകളെ. ഇവരാണ് അടുത്ത ദ്വായക്ക് ഉണ്ടാകുക. എന്താ കഥ? ഇങ്ങനെ സാദാത്തുക്കളെ ചീത്ത പറയുന്നവർ. ഇവര് ഏതൊക്കെ സാദാത്തുക്കളെ ചീത്ത പറഞ്ഞു? മമ്പർത്തെ തങ്ങളെ പറ്റി എന്താ ഇവർ പറഞ്ഞത്? ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ പറ്റി ഇവരെന്താ പറഞ്ഞത്? ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കത് കേൾക്കാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളറിയുമോ? ഞാൻ കേൾപ്പിക്കാം, അതിന്റെ ഇടയ്ക്ക് പറയട്ടെ. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമക്കളായ സാദാത്തുക്കൾ, ആ സാദാത്തുക്കളിൽ ഒരാളെയും ചീത്ത പറയരുത്, കുറ്റം പറയരുത്, പരിഹസിക്കരുത് എന്ന് വിശ്വസിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. എന്നാൽ ഇവിടെയുള്ള സലഫികൾ, ഇവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാർ അവര് സാദാത്തുക്കളെ കുറിച്ച് പറയുന്നത് എന്താണ്?
ഓ എന്റെ പ്രിയപ്പെട്ട ഈ പ്രദേശത്തുള്ള ഈ മഹല്ല് ജമാഅത്തിലുള്ള മുസ്ലിമീങ്ങളെ, നിങ്ങളേത് സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഞാൻ നിങ്ങളോട് പറയട്ടെ, സെലഫികളെ എതിർക്കാൻ, തങ്ങന്മാരില്ലെന്ന് പറയുന്ന കക്ഷികളെ എതിർക്കാൻ നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാം, ഒന്നിച്ച് പരിപാടികൾ സംഘടിപ്പിക്കാം. നമ്മൾ പരസ്പരം കലഹിക്കേണ്ടവരല്ല. നമ്മൾ ഉപ്പിനങ്ങാടി ടൗണിലോ മാംഗ്ലൂർ ടൗണിലോ സ്റ്റേജ് കെട്ടി ലക്ഷങ്ങൾ മുടക്കിയിട്ട് പരസ്പരം അവഹേളിച്ച് നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പുകൊടുക്കാൻ വേണ്ടി ചെലവഴിച്ച് നശിക്കുന്നവരാകരുത്. ഈ ഉമ്മത്തിന് ഇസ്സത്തുണ്ടാകണം, ഈ സമുദായത്തിന് പ്രതാപമുണ്ടാകണം. നമ്മുടെ സമ്പത്തുകളും ആരോഗ്യവും അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ വിനിയോഗിക്കണം. ഈ മഹാന്മാരായ തങ്ങന്മാരെ സദാസുക്കളെ ഇകഴ്ത്തുന്ന കക്ഷികൾക്കെതിരെ നമ്മൾ ഒന്നിച്ച് അണിനിരക്കണം. നമ്മുടെ പള്ളിയുടെ മിമ്പറുകളും നമ്മുടെ പള്ളിയുടെ മിഹ്റാബുകളും അതാ ചേരിപ്പോരിന് വേണ്ടി ഉപയോഗിക്കാൻ അനുവദിക്കരുത്. ഒരു പണ്ഡിതനും ഒരു പണ്ഡിതനെയും ചീത്ത പറയാൻ നമ്മുടെ പള്ളികൾ ഉപയോഗിക്കരുത്. ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, ഒന്ന് വെച്ചെടുത്ത ഏതാ മമ്പ്രതകൾ അപ്പൊ ഇവിടുത്തെ സുന്നികൾ ചെയ്യുന്നത് കബറാരാധനയല്ല, സാക്ഷാൽ വിഗ്രഹ ആരാധനയാണ്. മമ്പറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. മമ്പറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. തങ്ങൾ ഒരു വിഗ്രഹമാണ്. അതെന്താന്നോ, മമ്പറത്തെ തങ്ങളെ കുറിച്ച് പറഞ്ഞത് വിഗ്രഹാണ്. അത് പറഞ്ഞപ്പോ നമ്മൾ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. അപ്പൊ ഹനീഫ് കായക്കൊടി എന്ന് പറയുന്ന വേറൊരു വായാടി മൗലവി, ആ മൗലവി അതിനെ നിഷേധിക്കുകയാണ്. എന്താ പറയുന്നത് കേട്ടോളൂ. അദ്ദേഹത്തെയാണ് മമ്പറും തങ്ങൾ ഒരു വിഗ്രഹമാണ്. മമ്പറും തങ്ങൾ ഒരു വിഗ്രഹം. അതാ മുജാഹിദുകൾ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. ഈ പ്രസംഗിച്ച ചങ്ങാതിയുടെ പേര് തന്നെ മുജാഹിദാണ്. പിന്നെ മുജാഹിദുകൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ സംഗതി നടക്കുമോ? ഈ രൂപത്തിൽ എനിക്ക് നിങ്ങൾക്ക് കേൾക്കണോ? ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആ മഹാനുഭാവനെ കുറിച്ച് എന്താ പറഞ്ഞത്? ആ മഹാനവറുകളെ കുറിച്ച് പറഞ്ഞത് സുബ്ഹാനല്ലാഹ് പരിഹാസപൂർവം. അല്ലല്ലേ, ഈ പരിഹാസപൂർവം പറഞ്ഞത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കേൾക്കാം. ഖാജാ തങ്ങൾ, ഇവർക്ക് എന്ത് ഖാജാ തങ്ങള്? ഞങ്ങളുടെ നാട്ടിലൊരു ശൈലിയുണ്ട്, ചാത്തപ്പൻ എന്ത് മൈസറ എന്ന് പറഞ്ഞതുപോലെ മുജാഹിദ് വാലിശിക്കരിക്ക് എന്ത് ഖാജാ തങ്ങള്, എന്ത് മമ്പറം തങ്ങള്. അവരുടെ ഭാഷയിൽ ഇവരെല്ലാം മുശ്രിക്കുകളാണ്. എന്തിനേറെ പറയണം മുസ്ലിമേ, ശരിക്ക് ശ്രദ്ധിച്ചോ. മുജാഹിദ് സലഫികളുടെ മുഖപത്രമാണ് അൽമനാറ്. ആ അൽമനാറിലുള്ളത് എന്താണെന്നറിയോ? പുത്തൂരിൽ വന്നപ്പോൾ നമ്മുടെ സലഫി സാറ് പ്രസംഗിച്ചിരുന്നു, ഞങ്ങൾ ഔലിയാക്കളെ ചീത്ത പറയൂല, ഞങ്ങൾക്ക് പരിപാടിയില്ല. എന്നാൽ ഔലിയാക്കളുടെ നേതാവാണ് ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ. ആ മഹാനവറുകളെ കുറിച്ച് മുജാഹിദ് സലഫികളുടെ മുഖപത്രമായ അൽമനാറിൽ എഴുതിയത് എന്താണെന്നറിയോ? യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതിമ. ഇല്ല, തങ്ങൾ എത്തിയിട്ടില്ല, എത്തുമ്പോ ഞാൻ പറയും. യാതൊന്നോ ചൊല്ലുവതു നാരായണായ നമ. ശ്രീ ശങ്കരാചാര്യരുടെ ഈ തത്വശാസ്ത്രം ശൈഖിന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുസ്ലിമേ, സലഫിയായാൽ മുസ്ലിമാകുമോ? ശരിക്കാലോചിച്ചോ. മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളെ കുറിച്ച് പറഞ്ഞതെന്താണ്? അദ്വൈതവാദിയായിരുന്നു. ശ്രീ ശങ്കരാചാര്യരുടെ വിശ്വാസക്കാരനായിരുന്നു, അഥവാ പച്ച കാഫിറായിരുന്നു ഹൗസുല്ലാമെന്ന് പച്ച മലയാളത്തിൽ അൽമനാർ മാസികയിൽ എഴുതുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു
തുടങ്ങിയ ഖലീഫമാര് പരിശുദ്ധ ഇസ്ലാമിൽ കെട്ടുകഥകൾ പ്രചരിപ്പിച്ചവരാണെന്ന് മലയാളത്തിൽ 959 ഒക്ടോബർ മാസത്തെ അൽമനാർ മാസികയിൽ എഴുതിയവരാണ് സലഫികൾ. സിദ്ദീഖുൽ അക്ബർ തങ്ങളെക്കാളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെക്കാളും വലിയ ഔലിയാക്കൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെക്കാളും വലിയ ഔലിയാക്കൾ വേറെ ആരാണുള്ളത് മുസ്ലിമേ? ആ മഹാന്മാരെ കുറിച്ച് അവരെ കള്ളുകുടിച്ചു വ്യഭിചരിച്ചു എന്നല്ല പറഞ്ഞത്, മറിച്ചെന്താ പറഞ്ഞത്? അവർ ഇസ്ലാമിൽ കെട്ടുകഥ പ്രചരിപ്പിച്ചവരാണെന്നാണ്. നഊദു ബില്ലാഹ്. ആ മഹാന്മാര് ഈമാനില്ലാത്തവരാണെന്ന് വരെ എഴുതിയ സലഫികള് നീട്ടിമണിച്ചു വയതിന്റെ ശൈലിയിൽ നമ്മുടെ ഈ മംഗലാപുരം ഭാഗത്ത് സലഫികൾ വന്ന് പ്രസംഗിക്കുമ്പോ സാധാരണക്കാരെ കേട്ടു തെറ്റുദ്ധരിക്കണ്ട. അവരുടെ കപടമുഖങ്ങൾ കണ്ട് അവരുടെ വലയിലകപ്പെട്ട് നമ്മുടെ ഈമാൻ തെറ്റിപ്പോകണ്ട. പറയട്ടെ, അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തരക്കാരിൽ പ്രമുഖരാണ് ഖാജാ തങ്ങൾ. ആ തങ്ങളെക്കുറിച്ച് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. ഒന്ന് കേട്ടോ. നിങ്ങൾ നോക്കൂ, അമ്പിയാക്കളുടെ പേര് വളരെ ചെറിയ പേരാണ്. മൂസാ നബി, ഈസാ നബി, ഇവരെ തങ്ങന്മാരെ ഔലിയാക്കന്മാരെ പേര് നോക്കൂ നിങ്ങൾ. എന്തൊക്കെ ഹാജാ മുഹീദ്ദീൻ ജിസ്തിയിൽ, അജ്മീരിയിൽ, നാഗൂരിയിൽ, ബൾഗൂരി. എന്താ പതി? പേടിയില്ല. ഒന്നുകൂടി വെച്ചോട്ട. നിങ്ങൾ നോക്കൂ, അമ്പിയാക്കളുടെ പേര് വളരെ ചെറിയ പേരാണ്. മൂസാ നബി, ഈസാ നബി, ഇവരെ തങ്ങന്മാരെ ഔലിയാക്കന്മാരെ പേര് നോക്കൂ നിങ്ങൾ. എന്തൊക്കെ ഹാജാ മുഹീദ്ദീൻ ജിസ്തിയിൽ, അജ്മീരിയിൽ, നാഗൂരിയിൽ, ബൾഗൂരി. എന്താ പതി? അയാൾ ചോദിക്കുന്നത് എന്താ പതി എന്നാ. അതിന് മറുപടി ഞാൻ പറയാം, മുഴുപ്പിരാന്ത്. അല്ലാതെ എന്താണ്? എന്താണ് റബ്ബേ, എന്തും പറയാൻ മടിയില്ലാത്ത വർഗം. സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം. ഇനി ഞാൻ പറയട്ടെ, ആ കുടുംബത്തെ കാന്തപുരം ഉസ്താദ് ചീത്ത പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ ഹുസൈൻ സലഫി നാദാപുരത്ത് വന്നിട്ട് ഒരു പണി ഒപ്പിച്ചു. എന്നാ പണിന്നോ? സുന്നി വേദി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസിദ്ധീകരണം മുമ്പ് ഇറങ്ങിയിരുന്നു കേരളത്തിൽ. ആ സുന്നി വേദി ഇറക്കിയത് കാന്തപുരം ഉസ്താദല്ല, പേരോട് ഉസ്താദല്ല, ആരുമല്ല. പിന്നെ ഒറ്റപ്പെട്ട ചില ആളുകൾ ഇറക്കിയതാണ്. ഞാൻ അവരുടെ പേരിപ്പോ പറയുന്നില്ല. പേരോട് ഉസ്താദിന്റെ പ്രസംഗം നിങ്ങൾക്ക് കേൾക്കാം. അത് വായിക്കാൻ അതിനുള്ള എന്താണെന്നറിയോ? പാണക്കാടൻ കള്ളനബി മാത്രമാണ്, മുസൈലിമത്തുൽ കദ്ദാബിന്റെ അനുയായിയാണ് അദ്ദേഹം. ഇത് സുന്നി വേദി എന്ന് പറയുന്ന ഒരു മലയാളത്തിലിറങ്ങിയ വീക്കിലിയിൽ എഴുതിയ ഭാഗമാണ്. ഇത് നാദാപുരത്ത് കൊണ്ടുവന്നിട്ട് ഹുസൈൻ സലഫി കേൾപ്പിച്ചു. എന്നിട്ട് പറയാം, അത് പറയുന്നതൊക്കെ ഉസ്താദ് കയ്യോടെ പിടികൂടുന്ന നല്ല ആവേശകരമായ രംഗം. അത് നിങ്ങളൊന്ന് കണ്ടോളൂ. ഞാൻ ഒന്നുകൂടെ പറയുന്നു, അത് ഹുസൈൻ സലഫി പറഞ്ഞത് യഥാർത്ഥത്തിൽ വേറെ ചില മുസ്ലിംമാര് പറഞ്ഞപ്പോഴാണ് എന്ന യാഥാർത്ഥ്യവും കൂടി നിങ്ങൾ മനസ്സിലാക്കാൻ ഇടയ്ക്ക് ഞാൻ സൂചിപ്പിക്കുന്നു. ഒന്ന് പറ്റും ഒരു രസമുണ്ട് ഇനിയിപ്പോ കേൾപ്പിക്കാൻ നല്ലത്. അതെന്ന് വെച്ചാല് മുമ്പൊരു സ്ത്രീയെ പറ്റി പറയുന്നുണ്ട്. മൗലവിനൊക്കെ കണ്ടപ്പോ മുഖം മറക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? മുഖം മറക്കാൻ തൽക്കാലം തട്ടയില്ല, തുണിയില്ല. അപ്പൊ എന്ത് ചെയ്തു? പാവാട കയറ്റിട്ട് മുഖം മറച്ചു എന്നൊരു ചരിത്രം പറയും. അതുപോലെ എന്താ ഉണ്ടായെന്നറിയോ? ഉണ്ടായത് മൂപ്പര് ഒരു കള്ളത്തരം സമർത്ഥിക്കാൻ വേണ്ടി, കബളിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. തങ്ങന്മാരെ ആരും നിങ്ങളെ ചീത്ത പറയരുത് എപ്പോഴും പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ. ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഞാനൊരു തങ്ങളെ അലിമിനെ ഇതുവരെ ചീത്ത പറഞ്ഞിട്ടുമില്ല. അപ്പൊ മൂപ്പർക്ക് എന്ത് വേണോ? നമ്മൾ പാണക്കാട് തങ്ങളെ ചീത്ത പറഞ്ഞത് വെറ്റി തീർക്കണം. അതിനെന്താ ചങ്ങാതി ചെയ്തെന്ന് വെച്ചാല്, ചങ്ങാതി നമ്മളെ ഒരു പ്രസിദ്ധീകരണത്തിലും SVSന്റെതോ SSFന്റെതോ ജമിയത്തുൽ മുഅല്ലിമിന്റെതോ അങ്ങനെ നമ്മുടെ ഔദ്യോഗികമായ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഒരു പത്രവും അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ അയാളെ കയ്യിലില്ല. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാല്, രാഷ്ട്രീയക്കാരുടെ ഒരു പത്രം. രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം ലീഗിനെതിരായിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കിയിരുന്നു പണ്ട്. നാട്ടിക മൂസ മൗലവിയാണ് ആദ്യത്തെ പ്രസിഡന്റ്. പിന്നീട്
അദ്ദേഹം രാജിവെക്കുകയാണ് ചെയ്തത് ആ പാർട്ടിയിൽ നിന്ന്. അതിന്റെ പേരാണ് MDP എന്ന് പറയും. അത് ചെറുപ്പക്കാർ കുട്ടിയൊന്നും അറിയില്ല, കുറെ കൊല്ലം മുമ്പാണ്. അപ്പൊ അതിനായിരുന്നു ശംസുൽ